ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ വേണമെന്ന് UN ആവശ്യപ്പെട്ടു. പ്രമേയം പക്ഷേ അമേരിക്ക വീറ്റോ ചെയ്ത് കളഞ്ഞു. അമേരിക്കൻ നിലപാടിൽ പ്രതിഷേധിച്ച യൂറോപ്യൻ രാജ്യങ്ങളടക്കം സഖ്യകക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേലി ആക്രമണത്തിൽ ഏറ്റവും ലേറ്റസ്റ്റായി 110 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ വാർത്തയെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം PP ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. PP ജെയിംസിൻ്റെ ഹായ് വേണ്ടെന്ന് പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ അത് സ്വീകരിക്കണമെങ്കിൽ നിരാകരിക്കണമെങ്കിൽ PPക്ക് തീരുമാനിക്കാം. അല്ല, തിരിച്ച അഭിപ്രായമുണ്ട് ആണല്ലേ? അപ്പോൾ റഫേലിലെ കാര്യം യഥാർത്ഥത്തിൽ ഈ അമേരിക്ക ഇത് വീറ്റോ ചെയ്തത് അമേരിക്ക ഇതിനകത്ത് ആത്മാർത്ഥത ഇല്ലെന്ന് ലോകത്തോട് പറയുകയാണോ? SKN, ഈ അമേരിക്ക ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചു പറയുന്നു, താൽക്കാലിക വെടിനിർത്തൽ വേണം, പാലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണം, ഇങ്ങനെ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത് ശരിയല്ല. പക്ഷേ റിയൽ ടേംസിൽ വരുമ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവതരിപ്പിച്ച പ്രമേയം വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി അമേരിക്ക. 15 അംഗ രക്ഷാസമിതിയിൽ, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ 13 പേർ ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. വെടിനിർത്തൽ വേണം, ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിലുള്ള പ്രമേയത്തിനെ അനുകൂലിക്കാൻ അമേരിക്ക തയ്യാറായില്ലെന്ന് മാത്രമല്ല അത് വീറ്റോ ചെയ്തു. വീറ്റോ ചെയ്തില്ലെങ്കിൽ അത് പ്രമേയമായി പാസ്സാക്കിയേനെ. ഇന്ത്യ അടക്കമുള്ള 13 രാജ്യങ്ങൾ, അതിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ വോട്ട് ചെയ്തിട്ടും ഗുണമുണ്ടായില്ല. അൾജീരിയയാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. ഇതിലൊരു വളരെ കൗതുകരമായിട്ടുള്ള കാര്യം SKN, ഇതുപോലെ സമാനമായൊരു പ്രമേയം അമേരിക്കയും കൊണ്ടുവന്നിരുന്നു. ഒരു വേർഡിലൊക്കെ മാറ്റമുള്ളൂ, താൽക്കാലിക വെടിനിർത്തൽ. പക്ഷെ ആ പ്രമേയം എടുക്കുന്നതിന് മുമ്പ് അൾജീരിയയുടെ പ്രമേയമാണ് എടുത്തത്. അമേരിക്ക അത് വീറ്റോ ചെയ്തു. പക്ഷെ അതിലൊരു ആശ്വാസമുള്ളത്, അമേരിക്ക ഇതുവരെ ഇസ്രായേലിന് അനുകൂലമായി പൂർണ്ണമായി നിൽക്കുകയായിരുന്നു. പക്ഷെ അമേരിക്കയുടെ പ്രമേയം ഒരുപക്ഷെ വോട്ടിനിട്ടാൽ അമേരിക്ക വീറ്റോ ചെയ്യാൻ സാധ്യതയില്ല. അതിൽ താൽക്കാലിക വെടിനിർത്തലിനെ കുറിച്ച് പറയുന്നുണ്ട്. സീസ് ഫയർ എന്നല്ല, ടെമ്പററി സീസ് ഫയർ എന്നാണ് പറയുന്നത്. അപ്പോൾ താൽക്കാലികമായി വെടിനിർത്തണമെന്ന് ആദ്യമായിട്ടാണ് അമേരിക്ക ഒരു UN പ്രമേയത്തിൽ പറയാൻ പോകുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ പ്രമേയം വോട്ടിനാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമാണ് പ്രതീക്ഷ. ഇതിനിടയിൽ SKN, ഇസ്രായേൽ ഹമാസ് യുദ്ധം മുറുകുകയാണ്. വീണ്ടും വടക്കൻ ഗസയിൽ, റഫയുടെ സമീപ പ്രദേശത്ത്, തെക്കൻ ഗസയിലൊക്കെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. 110 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. അതോടെ മരണമടഞ്ഞവരുടെ സംഖ്യ ഔദ്യോഗികമായി 29,200-ലധികമായിട്ട് മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അതിൽ 800 പേർ കൂടി ആ 30,000-ൽ എത്തുന്ന അവസ്ഥയാണ് SKN. 30,000 പേര് ഒരു 4.5 മാസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെടുക എന്നുള്ളത് അതീവ ദുഃഖകരമായിട്ടുള്ള സങ്കടകരമായ വാർത്തയാണ്. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനൊന്നും വഴങ്ങുന്നില്ല. സിയോണിസ്റ്റുകളായിട്ടുള്ള വലതുപക്ഷ തീവ്രവാദികളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ള വാദം വളരെ ശക്തമായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല. പക്ഷേ അറബ് രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സ്വതന്ത്ര പാലസ്തീനാണ് ഇതിനുള്ള ഒരു മറുപടി എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. SKN. ജെയിംസ്, ഹരീഷ് മേനോൻ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്നത് PPയുടെ ഹായ് കേൾക്കാൻ രസമാണ്, ചുമ്മാ പറഞ്ഞോട്ടെന്ന്. എങ്കിൽ പിന്നെ പറയാം, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ജെയിംസെ, മറ്റൊരു കാര്യം, ഈ പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകും, അതുപോലെ ആസിഫ് സർദാരി പ്രസിഡന്റ് ആകുമെന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ 2 മുന്നണികളും കൂടെ ചേർന്ന് ഭരിക്കാൻ തീരുമാനിച്ചുല്ലേ അവസാനം? SKN, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ബഹളമായിരുന്നു. എന്തായാലും ഒടുവിൽ ഇമ്രാൻഖാനെ പേടിച്ചും പാക് സൈന്യത്തെ പേടിച്ചും ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി PPP-യും അതുപോലെ തന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പക്ഷവും തമ്മിൽ ധാരണയായിരിക്കുന്നു. ഒരു നവാസ് ഷെരീഫിൻ്റെ പാർട്ടിക്ക് 75 സീറ്റും അതുപോലെ തന്നെ ബിലാവൽ ഭൂട്ടോയുടെ പാർട്ടിക്ക് 54 സീറ്റുമാണുള്ളത്. കൂടാതെ വേറൊരു പാർട്ടി കൂടി 17 സീറ്റുള്ളൊരു പാർട്ടി കൂടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 133 സീറ്റ് മതി ഭരണത്തിലെത്താൻ. അവർക്ക് 182 സീറ്റായി 3 കക്ഷികൾ ചേരുമ്പോൾ. ഷഹബാസ് ഷെരീഫിന് ഇത് ലോട്ടറി അടിച്ച പോലെയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ 3 തവണ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി ആവാനിരുന്നത്. പക്ഷേ PPP നവാസ് ഷെരീഫിനെ അംഗീകരിക്കുന്നില്ല. കാരണം നവാസ് ഷെരീഫ് കുറച്ചുകൂടി സ്ട്രോങ് ഭരണാധികാരിയാണ്. അപ്പോൾ വരുമ്പോൾ ഈ PPPയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബിലാവൽ ഭൂട്ടോയുടെയും കുടുംബത്തിൻ്റെ നിന്നും കാര്യങ്ങൾ ഒരുപക്ഷെ അത്രയും വേഗത്തിൽ നടന്നു വരില്ല. അപ്പോൾ നവാസ് ഷെരീഫ് ആവുന്നതിനെ എതിർത്തതിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബിസിനസ് മാഗ്നറ്റാണ് അദ്ദേഹം. ഷഹബാസ് ഷെരീഫിനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാവാൻ ധാരണയായി. ഒപ്പം തന്നെ ബിലാവൽ ഭൂട്ടോയുടെ പിതാവ്, അന്തരിച്ച ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ് അസിഫ് സർദാരി ആയിരിക്കും പുതിയ പ്രസിഡന്റ് എന്നാണ് ധാരണ. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ മന്ത്രിസഭയിൽ ചേരുന്നില്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു, ചെറുപ്പക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന്
ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് പ്രധാനമന്ത്രിയാവാൻ സാധിക്കില്ല, അതുകൊണ്ട് ആവുന്നില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇമ്രാൻഖാൻ ഗർജിക്കുന്ന സിംഹമായിട്ട് ജയിലിൽ തന്നെ കഴിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പ്രസ്താവന ബന്ധുക്കൾ വഴി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നു, മദർ ഓഫ് ഓൾ റിഗിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ മാതാവ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള വലിയ ക്രമക്കേടാണ് പാകിസ്ഥാനിൽ നടന്നത് എന്ന് ഇമ്രാൻഖാൻ പറയുന്നു. പക്ഷേ അതിന് ശരിവയ്ക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. SKN അവിടുത്തെ റാവൽപിണ്ടിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ചുമതലയുണ്ടായിരുന്ന കമ്മീഷണർ പുറത്തുവിട്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളാണ്. അവിടുത്തെ ചീഫ് ജസ്റ്റിസും അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ ക്രമക്കേട് നടത്തി 70,000-ൽ പരം വോട്ടുകൾ വരെ അട്ടിമറിച്ച സംഭവങ്ങളുണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. സൈന്യത്തിൻ്റെ പിന്തുണ ഇതിനുണ്ട്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ഈ സംഭവവാസങ്ങൾക്കെതിരെ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. SKN.